ഹായ്, ഇന്നൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. പഞ്ചസാരയൊക്കെ കളറ് മാറി കാരമലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ അലിഞ്ഞ് മുഴുവനായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ പഞ്ചസാര തിക്കാവും. മിക്സ് ചെയ്തിട്ട് അലിയിച്ചെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഈ സോസിന്റെ ചൂട് മാറിയ ശേഷം നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്കുള്ള നട്ട്സ് ആണ് റെഡിയാക്കേണ്ടത്. സെയിം രീതിയിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പീനട്ട്സും കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നട്ട്സും ഒന്ന് റോസ്റ്റ് ആയിട്ട് ഇതിന്റെ കളറൊന്നും മാറണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതുപോലെ റെഡി ആയാൽ വേഗം തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറുമ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായിട്ടുണ്ടാകും. കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എല്ലാതും ഒന്ന് പൊടിച്ച് വയ്ക്കണം. കുറച്ച് വലിയ തരിയായിട്ട് പൊടിച്ച് വയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നട്ട്സും റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി കുറച്ച് വലിയൊരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം അപ്പത് ഇതുപോലെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രീമിലേക്ക് 3-4 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെച്ച സോസാണ്. ഇതും തണുത്തിട്ടുണ്ട്. ഈ സോസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാതും ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും ചേർത്തിട്ട് ഒന്നുകൂടെ ലോ സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് നട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. മുകളിലും ക്രഷ് ചെയ്ത നട്ട്സൊക്കെ ചേർക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം മൂടി വയ്ക്കാം. എന്നിട്ടിത് ഓവർനൈറ്റ് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതേ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഐസ്ക്രീം സ്കൂപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുഴിയുള്ളൊരു സ്പൂൺ കൊണ്ടോ സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എടുക്കാം. നല്ല രുചിയുള്ള ഐസ്ക്രീമാണ്. ഉറപ്പായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്